ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷൻ 2023-24 വർഷത്തെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊരു ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൂട്ടുകാർ റെഡിയാണോ? എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. ഓക്കെ, ആവശ്യമുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നെക്രോൽ ഫിക്ര വനെക്തുബു ജവാബൻ ലിയസ്ലത്തിൽ ആത്തിയ. താഴെയുള്ള ഫിക്ര വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിക്ര എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ആസിമത്തുന. ആസിമത്ത് എന്ന് പറഞ്ഞാൽ തലസ്ഥാനം. ആസിമത്തുന നമ്മുടെ തലസ്ഥാനത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഡൽഹി ഹിയ ആസിമത്തുൽ ഹിന്ദ്. ഡൽഹി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം. ഹുനാക്ക മുബാനി ഫാഹിറത്തം വ ബസാത്തീനുൻ ജമീല വ ആസാറുൻ താരീഖിയ. അവിടെ എന്താണ്, ഒരുപാട് നല്ല വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങളുണ്ട്. മാത്രമല്ല അവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും അവിടെയുണ്ട്. യഫ്തഹിറു ബിഹ അഹ്ലുൽ ഹിന്ദ്. നമ്മുടെ അഹ്ലുൽ ഹിന്ദ് ആയിട്ടാണ് നമ്മളതിനെ പറയുന്നത്. മിൻഹ കൽഅത്തുൻ ഹംറാഉ അല്ലത്തി ബനാഹ ഷാജഹാൻ. ഷാജഹാൻ പണി കഴിപ്പിച്ചിട്ടുള്ള കൽഅത്തുൽ ഹംറ ചെങ്കോട്ട അവിടെ ഉണ്ട്. വക്കുത്തുബു മിനാർ ഹുവ അത്തുവലു മനാരത്തിൽ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള കുത്തുബ് മിനാറും അവിടെയാണുള്ളത്. യക്കവ് പാർലമാനുൽ ഹിന്ദ് വക്കസറു റയീസുൽ ജുംഹൂരിയൽ ഹിന്ദ് ബിദൽഹി. മാത്രമല്ല പാർലമെൻറ്റ്, നമ്മുടെ ഇന്ത്യയുടെ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ ഒരു ഡെമോക്രസി ലീഡേഴ്സും കാര്യങ്ങളൊക്കെ ആ ഡൽഹിയിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. മാഹിയ ആസിമത്തുൽ ഹിന്ദ്. ഏതാണ് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കൂട്ടുകാരെ ഇന്ത്യയുടെ തലസ്ഥാനം? ഡൽഹി ആണല്ലേ. അപ്പോൾ അവിടെ ഡൽഹി എന്ന് എഴുതി കൊടുക്കുക. ഡൽഹി. മൻ ബന കൽഅത്തുൽ അംറാഹ്. ആരാണ് കൽഅത്തുൽ ഹംറാഹ് ചെങ്കോട്ട ഉണ്ടാക്കിയത്? ആരാണ്? ഷാജഹാൻ ആണല്ലേ. അപ്പോൾ ഷാജഹാൻ എന്ന് എഴുതി കൊടുക്കാം. ഷാജഹാൻ. ഓക്കെ, അപ്പോൾ 1, 2 ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. നെഹ്താറു മിനൽ ഫിക്ര ജുമു ഉൽ കലിമാത്തിൽ ആത്തിയ. താഴെ നിന്നും ഈ ഇതിൻ്റെ ജംഅകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മബ്ന എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സിന് എന്താ പറയുക നമ്മൾ? മബാനി എന്നാണ് പറയുക. ഓക്കെ, മബാനി. അപ്പോൾ അത് ആ പാരഗ്രാഫിലുണ്ട്, മബാനി. ബുസ്താൻ എന്നതിനെ ബസാത്തീൻ എന്ന് പറയും. ഓക്കെ, ബസാത്തീൻ. ഇനി ഇതിൽ ജീം നെഖ്താറുൽ ഇജാബാത്തി സ്വഹീഹ. ശരിയായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കണം. മാഹി അത്തുവൽ മനാറത്തു ഫിൽ ഹിന്ദ്. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുതുബ് മിനാർ, കൽഅത്തുൽ ഹംറാഹ്, മസ്ജിദുൽ ജാമിയ, മബ്ന പാർലമെന്റുൽ ഹിന്ദ്. ഏതാണ്? കുതുബ് മിനാറാണ്. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് കുതുബ് മിനാറാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം മാഹുവ ലസർ അല്ലത്തീല യക്കൗൽ ബിദൽഹി. ഡൽഹിയിലല്ലാത്ത സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഏതാണ്? കുതുബ് മിനാർ, കൽഹത്തുൽ അംറാഹ്, താജ്മഹൽ, പാർലമാനുൽ ഹിന്ദ്. ഏതാണ്? താജ്മഹലാണ്. താജ്മഹൽ ആഗ്രയിലാണ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും 4 ഉത്തരം എഴുതാനാണ്. നുലാഹിദു സൂറ വനുക്കമ്മിലുൽ അഗ്ദാദി മുനാസിബഹ. ഇവിടെ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ വിട്ടുപോയ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. ഹാദാ മൈദാനുൻ വാസിഹ്. ഇത് നല്ല വിശാലമായിട്ടുള്ള ഒരു മൈതാനമാണ്. എൽ അബു ഫിഹി ഡാഷ് ഔലാദ്. അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. എത്ര കുട്ടികളാണ് കൂട്ടുകാരെ? ആൺകുട്ടികളാണ് കേട്ടോ. ആൺകുട്ടികൾ 1, 2, 3 ഉള്ളത്. അപ്പോൾ അവിടെ സെലാസാണോ സെലാസത്താണോ? ഔലാദ് എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അപ്പോൾ അവിടെ സെലാസ എന്നാണ് വരേണ്ടത്. ഓക്കെ, അവിടെ സെലാസ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഡാഷ് വ ബനാത്തിൻ. എത്ര ബനാത്താണ്? 1. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ. അപ്പോൾ അവിടെ എന്താണ്? അർബ എന്ന് എഴുതുക. അർബ. ഇത് മുഅന്നസ് ആയതുകൊണ്ട് ഇവിടെ താ വേണ്ട, അർബ എന്ന് മാത്രം മതി. വബിജാനിബിൽ ഹക്കിൽ ബിർക്കത്തിൻ ജമീല. എന്താണ്? അവർ ഒരു വയലിൻ്റെ അടുത്തായിട്ടാണ് കളിക്കുന്നത്. അവിടെ നല്ല ഭംഗിയുള്ള ഒരു ബിർക്കയുണ്ട്. ബിർക്ക എന്ന് പറഞ്ഞാൽ ഒരു കുളവുമുണ്ട്. ഫിൽ ബിർക്കത്തി. ആ ബിർക്കത്തിൽ എന്തുണ്ട്? ഡേഷ് ബത്വത്ത് എന്ന് പറഞ്ഞാൽ ഡെക്ക്. അതാ താറാവുകൾ. എത്ര താറാവുകളാണ് അവിടെ ഉള്ളത് കൂട്ടുകാരെ? ഇതൊന്ന് എണ്ണി നോക്കൂ.
എത്രയാണ് 14 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ബിർക്കത്ത് എന്നുള്ളത് അല്ല ബത്ത എന്നുള്ളത് എന്താണ്, ബത്ത എന്നുള്ളത് മുഅന്നസാണ്. അതുകൊണ്ട് തന്നെ അർബ അഷറത്ത എന്നാണ് വരേണ്ടത്. അർബ അഷറ, അഷറക്കാണ് താവ് കൊടുക്കേണ്ടത്. ദെൻ ഡേഷ് സമക്കൻ, എത്ര സമക്കുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? എത്രയാണ്? അർബാത്ത അഷറ, 14 തന്നെയാണ്. പക്ഷെ സമക്ക് എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അതുകൊണ്ട് അർബ അത്ത എന്ന് കൊടുക്കണം. അർബ അത്ത അഷറ, അഷറ, അഷറക്ക് താവ് വേണ്ട. ഇനി ഇന്ദൽ ബിർക്കി, ആ ബിർക്കത്തിൽ എന്തുണ്ട്? ഡാഷ് കബീറത്താനി, അതിൻ്റെ അടുത്ത് എന്തായിട്ടുണ്ട്? മരങ്ങളുണ്ട്. എത്ര മരമാണ്? 2 മരങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഷജറത്താനി എന്നാണ് പറയേണ്ടത്. ഓക്കെ, സമക്കൻ ഇന്ദൽ ബിർക്ക ഷജറത്താനി, ഷജറത്താനി കബീറത്താനി. ഓക്കെ, ഷജറത്താനി കബീറത്താനി എന്നായിട്ട് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് താഴെയുള്ള ആക്ടിവിറ്റി നോക്കാം. ആണ് നെക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണം പോലെ എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? വലത് വലതാനി ഔലാദ്. വലത് എന്ന് പറഞ്ഞാൽ 1 ആൺകുട്ടി, വലതാനി എന്ന് പറഞ്ഞാൽ 2 ആൺകുട്ടി, ഔലാദ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ, 3ഓ അതിലധികമോ ആൺകുട്ടികളെയാണ്. ഇനി ഇവിടെ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നെഹ്റാണ്. അപ്പോൾ 2 എണ്ണാവുമ്പോൾ എന്താണ്? നെഹ്റാനി ആയിട്ട് മാറും. നെഹ്റാനി, നെഹ്റാനി. ഇനി കുറേ ഉണ്ടെങ്കിലോ അൻഹാർ, അഥവാ അതിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് അൻഹാറാണ്. ഇനി ഒർസാന് കൊടുത്തിട്ടുണ്ട്. ഒർസാനയുടെ മുഫ്രദ് എന്ന് പറയുന്നത് എന്താണ്? ഒർസുൻ എന്നാണ്. ഓക്കെ, ഒർസുൻ. ഇനി കുറേ ഉണ്ടെങ്കിലോ ഔറാസ് എന്നായിട്ട് മാറും. ഔറാസ്. ഓക്കെ, അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3ഉം അതിലധികമും. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഇതിലെ 3ാമത്തെ ആക്ടിവിറ്റിയാണ്. നുക്കമ്മിലുൽ മുദക്കിറ അൻ ദക്തൂറ PR അംബേദ്കർ മുസാദത്തിൻ നെക്കാത്തി ഫിൽ മുറബ്ബ്. ഇവിടെ ഈ ഇതിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? താഴെയുള്ള മുദക്കിറ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മുദക്കിറ, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1956 ഷാറക്ക എന്ന് പറഞ്ഞാൽ പങ്കെടുത്തു. 1891 കാനൂനിൽ വാദാല, ഡിസംബർ 6 മുഹാമിയൻ ഇല ബരീത്വാനിയ, ബ്രിട്ടനിലെ അഡ്വക്കേറ്റ് ആയിരുന്നു. ജാമിയ മുംബൈ യൂണിവേഴ്സിറ്റി, ബാബാ സാഹിബ്, വിലായത്തുൽ മഹാരാഷ്ട്ര. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്കിത് എവിടെയൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ളതാണ് കറക്റ്റായിട്ട് നമുക്ക് നോക്കേണ്ടത്. വുലിദ ദക്തൂർ PR അംബേദ്കർ 14 ഇബ്രിയിൽ, അദ്ദേഹം ഏപ്രിൽ 14 ആണ്. ഏത് വർഷമായിരിക്കും കൂട്ടുകാരെ? അവിടെ ഏത് വർഷമാണെന്ന് കൂട്ടുകാർക്ക് അറിയോ? 1891. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നാമതായിട്ട് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഇവിടെ എഴുതേണ്ടത് ഇതാണ് 1891 എന്നുള്ളത്. ഇനി ഫി എവിടെയാണ്? ഏതോ സ്ഥലപ്പേരാണല്ലേ. അപ്പോൾ എവിടെയായിരിക്കും കൂട്ടുകാരെ? എവിടെയായിരിക്കും? വിലായത്തു മഹാരാഷ്ട്ര. അപ്പോൾ ഇതാണ് 2ാമത്തെ ആൻസർ ആയിട്ട് ഇവിടെ എഴുതേണ്ടത്. ഇനി ദറസ, അദ്ദേഹം പഠിച്ചു. ബി എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഇവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നുണ്ടോ? പറയുന്നുണ്ട് അല്ലേ. ജാമിയ മുംബൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എടുത്തെഴുതുക. ഇനി അഷ്താല, അദ്ദേഹം പ്രവർത്തിച്ചു അല്ലെങ്കിൽ വർക്ക് ചെയ്തു. എവിടെ എന്താ വെച്ചാൽ വർക്ക് ചെയ്തിട്ടുള്ളത്? മുഹാമിയൻ ഇല ബരീത്വാനിയ, അദ്ദേഹം ബരീത്വാനിയയിലെ അഡ്വക്കേറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വസാഫറ, അദ്ദേഹം പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? അദ്ദേഹം പോയ ഏതെങ്കിലും സ്ഥലം പറയുന്നുണ്ടോ? ഇല ബരീത്വാനിയ. സോറി, ഇത് രണ്ടും 2ആണ് കേട്ടോ. മുഹാമിയൻ എന്നുള്ളതും ബരീത്വാനിയ എന്നുള്ളതും 2ആണ്. അപ്പോൾ അദ്ദേഹം പോയിട്ടുള്ളത് എവിടെയാണ്? ഇല ബരീത്വാനിയ, ബരീത്വാനിയിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ദെൻ ഡാഷ് ഫി ഹറക്കാത്തിൽ ഇസ്തിക്ലാൽ, അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും? എന്തായിരിക്കും? ഷാറക്ക, അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും അടുത്തതായിട്ട് വരേണ്ടത്. ഷാറക്ക എന്നുള്ളത് ഇവിടെ എഴുതുക. ഇനി കാന അവ്വൽ വസീർ, അദ്ദേഹം ആദ്യത്തെ എന്താണ്? ഡാഷ് ഫിൽ ഇന്ത്യയുടെ എന്തോ ആണ് അദ്ദേഹം. എന്താണ്? കാനൂന അദാലത്തായിരുന്നു അദ്ദേഹം. ഓക്കെ, എന്താണ്? നമ്മളെ ഭരണഘടനയുടെ ശില്പിയായിരുന്നു. അപ്പോൾ ഇതാണ് കൂട്ടുകാർ ഇവിടെ എഴുതേണ്ടത്. ഇനി ലുക്കിബ, അദ്ദേഹത്തെ പറയുന്നു. അംബേദ്കറിന് എന്താ പറയുന്നുണ്ട്? ഡാഷ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തെ പറയുന്ന പേര്? ബാബാ സാഹിബ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എടുത്തെഴുതാം.
തുവഫി അദ്ദേഹം മരിച്ചു. ഫി എവിടെയാണ് മരിച്ചിട്ടുള്ളത്? അദ്ദേഹം മരിച്ചത് 6 ഡിസംബറിനാണ്. ഓക്കെ, 6 ഡിസംബർ. എവിടെ? ഫി സോറി, സ്ഥലപ്പേരില്ല അല്ലേ, ഡിസംബർ എന്ന് മാത്രമേ ഉള്ളൂ. ഈ വർഷമുണ്ട്, ആ വർഷം ഇവിടെ എഴുതി കൊടുക്കുക, 1956 എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതിവിടെ എഴുതുകയാണ് വേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്തതായിട്ട് നെക്രോൽ ഹിക്കായ വനുക്കമ്മിലുൽ ഹിവാർ. എന്താണ്? താഴെയുള്ള ഹിക്കായ വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹസ്വല റിലുവാൻ അല ഷത്തലാത്തി മാഞ്ച വഫനസ വബുദൂരി തോം ആത്തിം വബാദിൻജാൻ വപാമിയ മിൻ മക്തബി സിറാ. എന്താണ്? നമ്മുടെ റിലുവാനെ കൃഷിഭവനിൽ നിന്നും കുറേ തൈകൾ കിട്ടി. മാഞ്ചയുടെ, ഫനസിൻ്റെ, അതുപോലെ തൊമാത്തിമ്, ബാദിൻജാൻ, പാമിയ, ഇതൊക്കെ കിട്ടി. ഫാത്താബിഹ ഇല ജദ്ദിഹി. അങ്ങനെ അവന് നേരെ ഇതുമായിട്ട് അവൻ്റെ വല്യപ്പയുടെ അടുത്തേക്ക് എത്തി. വദാറ ബൈനഹുമാ ഹിവാർ. അപ്പോൾ അവർ തമ്മിലുള്ള ഹിവാറാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ റിദ്വാൻ തുടങ്ങുകയാണ്. എന്താണ്? സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം നമുക്ക്? അസ്സലാമു അലൈക്കും എന്ന് എഴുതി കൊടുക്കാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ജദ് എന്താ പറയുക? വ അലൈക്കും മുസ്സലാം എന്ന് പറയൂ അല്ലേ? വ അലൈക്കും മുസ്സലാം. ഇനി മാതാ ഫിയദിക്ക, എന്താണ് നിൻ്റെ കയ്യിൽ എന്ന് ചോദിക്കാനുള്ള. അപ്പോൾ റിദ്വാൻ എന്താ പറയുക? ഷത്തലാത്തി മാഞ്ച വഫനത്ത്. എന്താണ്? അതിൻ്റെ ഒക്കെ തൈയാണ് അല്ലേ? അപ്പോൾ അവിടെ ഷത്തലാത്തി മാഞ്ച വഫനസ്. മിൻ അയിന ഹസൽത്ത, നിനക്കിത് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എവിടുന്നാണ്? മിൻ മക്തബി സിറാ, എനിക്ക് കൃഷിഭവനിൽ നിന്നാണല്ലേ. അപ്പോൾ മിൻ മക്തബി, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നാണ്. ഓക്കെ, മിൻ മക്തബി സിറാ, കൃഷിഭവനിൽ നിന്നാണ് ലഭിച്ചത്. മാതാ ഹസൽത്ത് മിൻ ബുദൂർ. എന്താണ്? നിനക്ക് ബുദൂർ, വിത്ത് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു? തൊമാത്തിമിൻ്റെയും അതുപോലെ ബാദിൻജാൻ, ബാദിൻജാൻ്റെയും. ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ. ഓക്കെ, ബാദിൻജാൻ. ജദ് എന്തോ ചോദിക്കുന്നുണ്ട്. റിദ്വാൻ പറയുന്നുണ്ട് അസ്റോ ബിദൂരി ഫി ഹക്കിൽ, നമുക്കത് വയലിൽ നടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുക? ഇത് എവിടെയാണ് നടുക എന്ന് ചോദിക്കുക അല്ലേ? അപ്പോൾ ഐന എവിടെയാണ്? എന്താണ്? ഐന തെസൂറുൽ ബുദർ. ബുദർ എന്ന് പറഞ്ഞാൽ വിത്ത്, ബുദൂർ എന്ന് പറഞ്ഞാൽ വിത്തുകൾ. അപ്പോൾ ഈ വിത്ത് നമുക്ക് എവിടെയാണ് നടുക എന്നാണ് ചോദിക്കുന്നത്. തുരീദുൽ മുസാദ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ജദ് ചോദിക്കുകയാണ്. അപ്പോൾ റിദ്വാൻ എന്താ പറയാണ്? നാം, എനിക്ക് ഹെൽപ്പ് വേണം എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തതായിട്ട് നെക്രവ് സീറ ദാത്തിയ ലിഹാറൂൻ റഷീദ് വനുക്കമ്മിലു ബയാനാത്തി ഷഹ്സിയ. താഴെ നമുക്കൊരു സീറ ദാത്തിയ തന്നിട്ടുണ്ട്, ജീവചരിത്രക്കുറിപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബയാനാത്തു ഷഹ്സിയ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളത് ഹാറൂൺ റഷീദിനെ കുറിച്ചിട്ടാണ്. കാന ഹാറൂൺ റഷീദ് ബിൻ മുഹമ്മദുൽ മഹദി ബിൻ ഖുലഫാഉൽ അബ്ബാസിയീൻ. എന്താണ്? അദ്ദേഹം ഖുലഫാഉൽ അബ്ബാസിയിലെ ഒരാളാണ് അല്ലേ? ഒരു ഖുലഫാവാണ്, ഒരു ഭരണാധികാരിയാണ്. ഉൽദഫി മദീനത്തി റയ്യ, അദ്ദേഹം റയ്യ എന്നുള്ള പട്ടണത്തിലാണ് ജനിച്ചത്. സന 440 മീലാദിയ. എന്താണ്? മിയ. അദ്ദേഹം 149 ഹിജ്റയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. കാനത്ത് ഉമ്മത്തുൽ ഹൈർസൂറാൻ ബിൻ തൊത്താർ. എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരാണ്. ദസവജ ഹാറൂൺ റഷീദ് ബി സുബൈദ ബിന്തു ജാഫർ. അദ്ദേഹം കല്യാണം കഴിച്ചത് സുബൈദ ബിന്തു ജാഫറിനെയാണ്. ലുക്കിബ ബിർ റഷീദ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് റഷീദ് എന്നാണ്. തവല്ല ഖിലാഫത്ത് ബഅദ വഫാത്തി അഹിഹി മൂസ ഹാദി. അദ്ദേഹം തൻ്റെ സഹോദരനായ മൂസ ഹാദിക്ക് ശേഷമാണ് ഖിലാഫത്ത് ഏറ്റെടുത്തത്. വഖിയ ഫി ഖിലാഫത്തി ലി മുദ്ദത്തി സലാസ ഷിറീന സന. അദ്ദേഹം 23 വർഷം ഭരിച്ചു. ലഹു ഇബ്നാനി മഷൂറാനി അമീൻ വ മാമൂൻ. അദ്ദേഹത്തിൻ്റെ മക്കളാണ് അമീൻ മാമൂൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം മരണപ്പെട്ടതും തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു ബയോഡാറ്റ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത് ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ്. എന്താണ് മുഴുവൻ പേര്? ഹാറൂൺ റഷീദ് ബിനു മുഹമ്മദുൽ മഹദി എന്നുള്ളതാണ്. ഓക്കെ, ഹാറൂൺ റഷീദ് ബിനു, അതിൽ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരത് നോക്കിയിട്ട് എഴുതുക. ദെൻ ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരെന്താണ്? മുഹമ്മദ് മഹദി എന്നുള്ളതാണ്. ഓക്കെ, മുഹമ്മദുൽ മഹദി.
മഹ്ദി. ദെൻ ഇസ്മുൽ വാലിദ, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് എന്താണ്? ഹൈസൂറാൻ എന്നുള്ളതാണ്. ഓക്കെ, അൽ ഹൈസൂറാൻ. ദെൻ സുബൈദ് ബിൻ ജഅഫർ ആരാണ്? അദ്ദേഹത്തിൻ്റെ സൗജ ആണ് അല്ലേ. അപ്പോൾ സൗജ എന്ന് എഴുതി കൊടുക്കുക, സൗജ, അല്ലെങ്കിൽ ഇസ്മു സൗജ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി ലക്കബുഹു, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരെന്താണ്? റഷീദ് എന്നാണ് അല്ലേ, റഷീദ്. ഇനി മക്കാനുൽ മീലാദ്, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? റയ്യ പറഞ്ഞ ഒരു സ്ഥലത്താണ്, റയ്യ എന്ന പട്ടണത്തിലാണ്. മുദ്ദത്തുൽ ഖിലാഫ, അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് 23 വർഷമാണ് അല്ലേ, 23 സന, 23 വർഷം. ഇനി 1903 എന്നുള്ളത് എന്താണ്? 193 എന്നുള്ളത് എന്താണ്? ആമുൽ വഫാത്താണ് അല്ലേ, അദ്ദേഹം മരിച്ച വർഷമാണ്, ആമുൽ വഫാത്ത് എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് നോക്കി ജസ്റ്റ് എഴുതുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നുക്കമ്മിനുൽ മന്ദൂമ ബി മുസാദത്തിൽ കലിമാത്ത് ഫിൽ മുറബ്ബ, ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള വേർഡ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മന്ദൂമ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ധന കൽബുൻ അമീൻ അസ്ഫറുൽ ലൗനി ജമീൽ, കൽബുന കൽബുൻ ഷുജാ യഹ്രിസു മസ്കനൽ ലൈലി. ഇന്ധന ദീക്കുൻ കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ഇന്ധന ദീക്കുൻ നഷീത്ത് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇന്ധന ദീക്കുൻ നഷീത്ത്. അപ്പോൾ നഷീത്ത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൊടുക്കണം. നഷീദ് എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കാം. ഡാഷ് ലൗനുൻ ജമീൽ, അവിടെ എന്ത് ലൗനാണ്? അഹ്മർ എന്നാണ്. ഇതിലൊരു ലൗൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് അഹ്മർ ആണ്. അപ്പോൾ അഹ്മർ എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കാം. ദീക്കുന ദീക്കുൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? യസ്വീഹു, ഇവിടെ 3 യസ്വീഹു. ദെൻ യൂക്കിദു ഡാഷ് സ്വബാഹൻ, യൂക്കിദു അത് എന്താ സംഭവിക്കുന്നത്? അത് എന്താ ചെയ്യുന്ന സമയത്ത്? അഹില അല്ലേ, അഹിലിനെയാണ് മോർണിംഗ് ആക്കുന്നത്. അപ്പോൾ അവിടെ 4 എന്ന് പറയുന്നത് ഇതാണ്. ദെൻ ഡാഷ് സ്വൈർ എന്നുള്ളതാണ്. അവിടെ എന്താണ്? ഇന്ധന ഹുറുൻ. ഓക്കെ, ഇന്ധന എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കുക, കാരണം ഓരോ വരും തുടങ്ങുന്നത് ഇന്ധനം വെച്ചിട്ടാണ്. ഇന്ധന കഴിഞ്ഞിട്ട് എഴുതേണ്ടത് ഏതാണ്? ഇന്ധന ഹുറുൻ. ഓക്കെ, ഇന്ധന ഹുറുൻ. സ്വൈറുൻ അബിയലു അല്ലൗനി ജമീൽ. ഓക്കെ, അല്ലൗനി ജമീൽ. ദെൻ ഹിറുന ഹിറുൻ അലീഫ്. ഓക്കെ, ഹിറുന അലീഫ് എന്ന് എഴുതുക. 5 ഹലീഫാണ്. ദെൻ യക്കുലു ഡാഷ് ലൈലൻ, യക്കുൽ എന്താണ്? യക്കുലുൽ ഫീറാനി ലൈലൻ എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൂട്ടുകാർ ഇത് വായിക്കുക, എന്നിട്ട് ഏത് പദമാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് എഴുതി ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.